നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ഹൻസിക കൃഷ്ണയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. 3 ആഴ്ചകൾ മുൻപാണ് ഹൻസിക സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രം പങ്കുവച്ച ഒരു ബോൾഡ് വീഡിയോ പുറത്തായത്. അതേച്ചൊല്ലി വലിയ രീതിയിൽ താരപുത്രി വിമർശനം നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോ ലീക്കായ വിഷയത്തിൽ പ്രതികരിച്ച് ഹൻസിക രംഗത്തെത്തിയിരുന്നു. എന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധയും വിഡ്ഢിത്തവുമായ തീരുമാനമായിരുന്നു. അതിൽ ഞാൻ ആത്മാർത്ഥമായി ഖേദിക്കുന്നു. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 1 മാസമായി ഞാൻ വലിയ വേദനയും കുറ്റബോധവും മാനസിക ഭാരവും ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഒടുവിൽ ഇതിനെക്കുറിച്ച് തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചതെന്നായിരുന്നു ഹൻസിക പറഞ്ഞത്. എന്നാൽ ഹൻസിക മാപ്പ് പറഞ്ഞിട്ടും വിവാദങ്ങൾ ഒഴിഞ്ഞിരുന്നില്ല. ഹൻസികയുടെ പുതിയ ബ്ലോഗിന് താഴെയും വ്യാപക വിമർശനങ്ങൾ വന്നിരുന്നു. കെ കുടുംബത്തിന്റെ കുടുംബ ബ്ലോഗുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോഴും ഹൻസിക ചെയ്ത പ്രവൃത്തി അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വിമർശനം വരാൻ മാത്രം എന്ത് തെറ്റാണ് ഹൻസിക ചെയ്തതെന്ന് ചോദ്യം സ്വാഭാവികമായും ആളുകൾക്ക് തോന്നാം. എന്നാൽ ബ്ലോഗുകളിലൂടെ ഹൻസികയെയും കുടുംബത്തെയും ഇഷ്ടപ്പെട്ടവർക്ക് ഇത് ഉൾക്കൊള്ളാനാകുന്നില്ല. പുറത്തുവിട്ട പ്രസ്താവനയിലും ചില പ്രശ്നങ്ങളുണ്ടെന്നും ഇതൊരു വ്യക്തമായ വിശദീകരണമല്ലെന്നും വാദമുണ്ട്. മറുവശത്ത് ദിയ കൃഷ്ണയ്ക്ക് ഇതിന്റെ ഇരട്ടി ഹേറ്റ് കമന്റ്സ് ആണ്. നെഗറ്റീവ് കമന്റുകൾ ദിയ ഡിലീറ്റ് ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി കമന്റുകൾ വരുന്നുണ്ട്. ഇത്രയധികം നാൾ നീണ്ടു നിന്ന വിവാദം ദിയയ്ക്ക് ഇത് ആദ്യമായാണ്. പൊതുവെ എന്ത് പ്രശ്നമുണ്ടായാലും ഒരു ഫാമിലി വ്ലോഗ് പങ്കുവയ്ക്കുന്നതോടെ വ്യൂവേഴ്സ് എല്ലാം മറക്കുന്നതായിരുന്നു പതിവ്. എന്നാൽ ഇത്തവണ അതല്ല സാഹചര്യം. ആഴ്ചകൾ പിന്നിട്ടിട്ടും ദിയയെ വിടാതെ നെഗറ്റീവ് കമന്റുകൾ വരികയാണ്. വ്ലോഗുകളുടെ വ്യൂസ് കുത്തനെ കുറഞ്ഞു, സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണവും ഇടിഞ്ഞു. ഡാമേജ് കൺട്രോൾ എന്ന പോലെ ദിയ പതിവിൽ നിന്നും വ്യത്യസ്തമായി തുടരെ വ്ലോഗുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതും മകൻ ഓമിയെ ഉൾപ്പെടുത്തി, എന്നിട്ടും ഫലമില്ല. നെഗറ്റീവ് കമന്റുകളിലെ അമർഷം ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലൂടെ ദിയ കൃഷ്ണ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ നേരിട്ടൊരു പ്രതികരണം നടത്തിയാൽ സാഹചര്യം കൂടുതൽ മോശമായേക്കും. തന്നെ വിമർശിക്കുന്നവരെയൊക്കെ ബ്ലോക്ക് ചെയ്യുമെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ ബ്ലോക്ക് ചെയ്ത് ഒതുക്കാൻ പറ്റാത്ത അത്രയും വിമർശകരാണിപ്പോൾ. ദിയയ്ക്ക് മുന്നിലുള്ള വഴി അശ്വിൻ ഗണേഷിന്റെ മാതാപിതാക്കളെ വെച്ച് വീണ്ടും ഒരു വ്ലോഗ് ചെയ്യുക എന്നതാണ്. അതിന് ദിയ ഇതുവരെ തയ്യാറായിട്ടില്ല. ദിയ തന്റെ മാതാപിതാക്കളെ കുറിച്ച് നടത്തിയ പരാമർശത്തിലെ വിവാദം അശ്വിൻ ഗണേഷ് കാര്യമാക്കിയിട്ടേയില്ല. ദിയയ്ക്കൊപ്പം പൂർണ്ണ പിന്തുണ നൽകി അശ്വിനും ഒപ്പമുണ്ട്. എന്നാൽ അശ്വിനെ മാത്രം ചേർത്ത് നിർത്തി ദിയയ്ക്ക് പ്രശ്നങ്ങൾ അവഗണിക്കാനാകില്ല. ഇൻഫ്ലുവൻസറായ ദിയയ്ക്ക് ജനപിന്തുണ അത്യാവശ്യമാണ്. മറ്റൊരു ബിസിനസ് ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയ വഴിയാണ് ഇതിന്റെ മാർക്കറ്റിംഗ്. ആ ബിസിനസ് പേജിൽ പോലും നെഗറ്റീവ് കമന്റുകളാണ്. ജനങ്ങളെ പൂർണ്ണമായി അവഗണിക്കാൻ ദിയയ്ക്ക് പറ്റില്ല. ഹൻസിക കൃഷ്ണയ്ക്ക് പക്ഷേ ഈ സാഹചര്യമല്ല. ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ മാത്രം മുന്നോട്ട് പോകുന്നയാളല്ല ഹൻസിക. സിനിമകളിൽ നിന്ന് അവസരം വരുന്നുണ്ട്. വൈകാതെ അറിയപ്പെടുന്ന നടിയായി മാറിയേക്കും. സോഷ്യൽ മീഡിയയിലെ സീസണിൽ ഹേറ്റ് ഹൻസികയ്ക്ക് പ്രശ്നമാകില്ല. എന്നാൽ ദിയയ്ക്ക് മുന്നോട്ട് പോകാൻ ജനസ്വീകാര്യത പ്രധാനമാണ്. അശ്വിനും ഇന്ന് IT ജോലി വിട്ട് ദിയയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ്. അമ്മായിയമ്മയെ അമ്മയെന്ന് വിളിക്കില്ലെന്നും വഴിയിൽ നിൽക്കുന്നവരെ അമ്മയെന്ന് വിളിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും പറഞ്ഞതാണ് ദിയ കൃഷ്ണയെ വിവാദത്തിലാക്കിയത്. അതേസമയം ഹൻസികയെക്കുറിച്ച് പൂജ കൃഷ്ണ എഴുതിയ കുറിപ്പ് ചർച്ചയായി മാറിയിരുന്നു. മാപ്പ് സ്വീകാര്യമല്ല. ഈ പറയുന്ന വീഡിയോ ഞാൻ കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഒരു തരി വിരോധവും തോന്നാതെ തന്നെ ഞാനത് കണ്ടേനെ. അതെന്നെ ഞെട്ടിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യില്ലായിരുന്നു. എനിക്കുറപ്പാണ്. പക്ഷെ നീ മനം നൊന്തെഴുതിയ മാപ്പ് ഞാൻ വായിച്ചു. അതെന്നെ ഞെട്ടിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടെന്നാൽ നിന്നെ പോലെ ഇത്രയും ബോൾഡായ, ഇത്രയും ഫാമിലി സപ്പോർട്ടുള്ള ഒരു കുട്ടിയെ കൊണ്ട് മാപ്പ് എഴുതിപ്പിക്കണമെങ്കിൽ ഈ സമൂഹത്തിന്റെ ഇടപെടൽ എത്ര തരം താണതായിരിക്കണം. ഈ വിദ്വേഷം നീയോ നിന്റെ പ്രവർത്തികളോ ഒരു തരത്തിലും അർഹിക്കുന്നതല്ല. അതിനാൽ മാപ്പ് ആവശ്യമില്ല. അത് സ്വീകാര്യമല്ല. 4 കീറി ഞാനത് മടക്കി അയക്കുന്നു എന്നായിരുന്നു കുറിപ്പ്. പോസ്റ്റിന് താഴെയായി സ്നേഹമറിയിച്ച് ഹൻസികയും എത്തിയിരുന്നു. താരപുത്രിയെ അനുകൂലിച്ചും രൂക്ഷമായി വിമർശിച്ചുമായിരുന്നു പ്രതികരണങ്ങൾ. അവർ ചെയ്തതിൽ എന്താണ് തെറ്റ്? പൈസ ഡൊണേറ്റ് ചെയ്യാൻ അവർ തയ്യാറാണെന്ന് പറഞ്ഞല്ലോ. അത് നല്ല കാര്യമാണല്ലോ. തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയപ്പോൾ ക്ഷമാപണം നടത്തിയതാണല്ലോ. ടീനേജേഴ്സിൽ നിന്നും വരുന്ന സ്വാഭാവികമായ തെറ്റ്. അതിനുശേഷം മാനസികമായി നല്ല സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും ശക്തമായി തന്നെ നിന്നു അവർ. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റുകളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അവർ കൃത്യമായി മനസ്സിലാക്കി. ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് തോന്നി. അവർ മാപ്പ് പറഞ്ഞു. അതവിടെ കഴിഞ്ഞു. അതിനിടയിൽ റീച്ച് ഉണ്ടാക്കാൻ വന്ന നിങ്ങൾ ആരാണ്? സമൂഹത്തോടല്ല, സ്വന്തം മനസാക്ഷിയോട് മാപ്പ് പറഞ്ഞതിന് ശേഷം അനുഭവിക്കുന്ന ഇന്നർ പീസ് തന്നെയാണ് അതിന്റെ റിസൾട്ട്. അവർക്കത് കൃത്യമായി മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് ഈ വിഷയത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്നായിരുന്നു ചിലരുടെ ചോദ്യം.
ഈ വീഡിയോ ലീക്കായതിന്റെ പേരിൽ ഹൻസികയ്ക്ക് നിരവധി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു. സിനിമാ രംഗത്ത് ശോഭിക്കാൻ ഹൻസികയ്ക്ക് സാധിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങേണ്ട ആവശ്യം ഹൻസികയ്ക്കുണ്ടായിരുന്നോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. സഹോദരിമാരിൽ ആർക്കും ഇതുവരെ സിനിമകളിൽ വലിയ അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഹൻസികയ്ക്ക് ആദ്യം തന്നെ ലഭിച്ചിരിക്കുന്നത് വലിയ പ്രോജക്റ്റാണ്. കൃഷ്ണകുമാർ കുടുംബത്തിൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വിജയം കൈവരിച്ചത് ഹൻസിക മാത്രമാണ്. അഹാന കൃഷ്ണയാണ് ആദ്യം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്. എന്നാൽ അഹാന കൃഷ്ണയ്ക്ക് അധികം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയില്ല. ഉള്ളവരുടെ എണ്ണം ക്രമേണ കുറയുകയും ചെയ്തു. ആ വീഡിയോ താൻ പോസ്റ്റ് ചെയ്തതാണെന്നായിരുന്നു ഹൻസിക പറഞ്ഞത്. കൂടുതലൊന്നും ചിന്തിക്കാതെ ഒറ്റ നിമിഷത്തെ തോന്നലിന് ചെയ്തതാണ്. എന്നാൽ ഉടൻ തന്നെ തനിക്ക് പറ്റിയതൊരു അബദ്ധമാണെന്ന് തിരിച്ചറിയുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അപ്പോഴേക്കും വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെട്ടുവെന്നും ഹൻസിക പറഞ്ഞു. സബ്സ്ക്രിപ്ഷനിലുള്ള ആളുകൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ് ലീക്കായത്. താൻ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്തതാണെന്നാണ് പലരും ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ അതൊന്നും ആയിരുന്നില്ല എന്റെ ഉദ്ദേശം. എനിക്ക് 20 വയസ്സാണ് പ്രായം. എന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളത് ഞാൻ തന്നെ സമ്പാദിക്കുന്നുണ്ട്. നിങ്ങൾ എനിക്കും എന്റെ കുടുംബത്തിനും നൽകുന്ന പിന്തുണ മൂലം പ്രശസ്തിയെക്കുറിച്ച് ആകുലതയില്ലെന്നും ഹൻസിക പറഞ്ഞിരുന്നു. ഈ കാര്യം കൊണ്ട് പ്രശ്നമായത് എന്റെ സഹോദരി വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഞാൻ അഭിനയിച്ച മ്യൂസിക്കൽ വീഡിയോയെ സംബന്ധിച്ചാണ്. ഈ സംഭവത്തിന് 3 ദിവസത്തിന് ശേഷമായിരുന്നു ഈ വീഡിയോ പുറത്തിറങ്ങിയത്. ശരിക്കും ചിന്തിച്ചിരുന്നുവെങ്കിൽ അവളുടെ വർക്കിനെ ബാധിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ലായിരുന്നു. ഭാഗ്യവശാൽ അതൊന്നും തന്നെ മ്യൂസിക് വീഡിയോയെ ബാധിച്ചില്ല. ഞാൻ ചാനൽ സബ്സ്ക്രിപ്ഷൻ 299 നിന്ന് 399 ഉയർത്തിയത് എന്തിനാണെന്ന് പലരും ചോദിച്ചു. ആദ്യം ഞാൻ ചിന്തിച്ചത് സബ്സ്ക്രിപ്ഷൻ തന്നെ അവസാനിപ്പിക്കാനായിരുന്നു. എന്നാൽ അത് കൂടുതൽ നെഗറ്റീവ് ആകാൻ ഇടവരും. അതിനാൽ ആളുകളെ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആരും എന്നെ വിശ്വസിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ ആത്മാർത്ഥമായി പറയുന്നു എന്ന് മാത്രം. സബ്സ്ക്രിപ്ഷനിൽ പെട്ടെന്നുണ്ടായ വളർച്ച മൂലം ലഭിച്ച തുക അത്രയും ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഉപയോഗിച്ചത്. അതിൽ നിന്നും ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല. എന്റെ പ്രവൃത്തി കാരണം ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായി ക്ഷമ ചോദിക്കുന്നു എന്നായിരുന്നു വിവാദങ്ങളിൽ പ്രതികരിച്ച ഹൻസിക കുറിച്ചത്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.